ഹായ്, ദിസ് ഇസ് ജി. ഞാനൊരു സ്ഥലം നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് ഏതാണ് സ്ഥലമെന്ന് ഗസ് ചെയ്യാൻ സാധിക്കുമോ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ക്ലൂ ആയി കാട്ടിത്തരാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലാവും. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ? താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. ഇപ്പൊ സ്ഥലം പിടികിട്ടിയില്ലേ? അതെ, ഇത് 1993 ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ്. 33 വർഷങ്ങൾക്ക് ശേഷവും ആ സൗന്ദര്യവും ഭംഗിയും നഷ്ടപ്പെടാതെ ഈ സ്ഥലം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ മണ്ണിന് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 62 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത പത്മനാഭപുരം പാലസ് കാണാൻ സാധിക്കും. പലരും ഈ പാലസിൽ മാത്രമാണ് യാത്ര പോകാറുള്ളത്. പക്ഷെ അവിടെ നിന്ന് കുറച്ചു ദൂരം, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണിച്ചിത്രത്താഴിലെ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള സ്ഥലം കാണാൻ സാധിക്കും. എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി. ഇനി പത്മനാഭപുരം പാലസിൽ പോകുന്നവർ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ബ്യൂട്ടി സ്പോട്ട് കാണാൻ മറക്കരുതേ. ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി.